എല്ലാവർക്കും ബിജി നമ്പർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തെ നാഗമ്പടം ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കൊണ്ടോടിയുടെ ലക്ഷറയുടെ ഏറ്റവും പുതിയ മോഡലിൽ ഇറങ്ങിയിരിക്കുന്ന സെൻറ്റ് സെബാസ്റ്റ്യനാണ്. അശോക് ലെയ്ലാൻഡ് ചീറ്റ ചേസിലാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കൊണ്ടോടിയുടെ ലക്ഷറയുടെ ഏറ്റവും പുതിയ കൗളിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. വണ്ടി ഓടുന്ന റൂട്ട് എന്ന് പറയുന്നത് കോട്ടയം മുക്കൂട്ടുതറ റൂട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബസ് റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ലുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ പേര് സെൻറ്റ് സെബാസ്റ്റ്യൻ എന്നുള്ളത് ഒരു നോർമൽ ഫോണ്ടിൽ വൈറ്റിൽ ബ്ലൂ ലെറ്റേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത്. വണ്ടിയുടെ ഓടുന്ന റൂട്ട് മുക്കൂട്ടുതറ കോട്ടയം റോഡാണ് വണ്ടി സർവീസ് നടത്തുന്നത്. ഇതിൻ്റെ ഈ മിറർ കൊടുത്തിരിക്കുന്നതൊക്കെ കുറച്ച് വ്യത്യാസമായിട്ട് ഇങ്ങനെ ഒരു ഹാങ്ങിങ് മോഡലിലാണ് ഈ ഒരു മിറർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബട്ടർഫ്ലൈ വൈപ്പേഴ്സ് വരുന്നുണ്ട്. ബാക്കി സൈഡ് ബാക്ക് പാർട്ടുകളൊന്നും വ്യത്യാസം വന്നിട്ടില്ല. കൊണ്ടോടിയുടെ സ്ഥിരം ശൈലി തന്നെയാണ് ബാക്കിയുള്ള പാർട്സൊക്കെ ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ വീൽ സൈസ് വരുന്നത് 295/80R 22.5 സൈസിലുള്ള ടയേഴ്സാണ്. ഇവിടെ സെൻറ്റ് സെബാസ്റ്റ്യൻ എന്നുള്ളത് ഒരു ക്രോം സ്റ്റിക്കറിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ വണ്ടി നമ്മുടെ തെക്കൻ സൈഡിലുള്ള വണ്ടിയായതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഡോർ വരുന്നത് ഇത്രയും ഒരു സെൻറ്ററിലേക്കാണ് ഫ്രണ്ട് ഡോർ വരിക. അതുകൊണ്ട് തന്നെ ബാറ്ററി ബോക്സിൻ്റെ ഓപ്പണിങ് ഈ ഒരു പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എമർജൻസി ഓപ്പണിങ് സ്വിച്ച് ഉണ്ട്. ഫ്രണ്ട് ഡോർ നോക്കുകയാണെങ്കിൽ ഉള്ളിൽ ഫുള്ളായിട്ട് ക്രോം പ്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡ് പോർഷനും സ്റ്റെപ്പിൻ്റെ സൈഡെല്ലാം ആ ഒരു സ്റ്റീൽ ക്രോം പ്ലേറ്റ് വെച്ചിട്ടാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബാക്ക് വീൽ പോർഷൻ ബ്ലാക്കിൽ റബ്ബറിൻ്റെ ബീഡിങ്ങാണ് വീൽ ആർച്ചായിട്ട് കൊടുത്തിട്ടുള്ളത്. വീൽ കപ്സ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഒരു നോർമൽ ആയിട്ട് സർവീസ് നടത്തുന്നൊരു ടീമാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ. സൈഡിലായിട്ട് റൂട്ട് കൊടുത്തിട്ടുണ്ട്. കോട്ടയം പാമ്പാടി പള്ളിക്കത്തോട് പൊൻകുന്നം എരുമേലി അങ്ങനെ റൂട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എമർജൻസി എക്സിറ്റ് വിൻഡോ വരുന്നത് ഈ ഒരു പോർഷനിലാണ്. അതുപോലെ ബാക്ക് ഡോർ പോർഷനും അതേ ഫുൾ പോലെ തന്നെ ഫുള്ള് ക്രോമിൽ പ്ലേറ്റിലാണ് ഫുൾ ഇൻറ്റീരിയർ സൈഡ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഇവിടെ വണ്ടി നമ്പർ കൊടുത്തിട്ടുണ്ട് 5BB964 എന്നുള്ളത്. ഇനി ഇതിൻ്റെ ബാക്ക് ലുക്കിലേക്ക് പോകുമ്പോൾ ലക്ഷറിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ലുക്ക് തന്നെയാണ് ഈ വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. പുതിയ ഫ്രണ്ട് കൗളിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. ബാക്ക് കൗളിൽ സെയിം തന്നെയാണ്. സെൻറ്റ് സെബാസ്റ്റ്യനുള്ള പേര്, റൂട്ട് കാര്യങ്ങൾ, മാതാവിൻ്റെ ഫോട്ടോ, കൊണ്ടോടി ഓട്ടോഗ്രാഫിൻ്റെ ബാഡ്ജിങ്, ലക്ഷറിൻ്റെ ബാഡ്ജിങ് കൂടെ കാണാം. അതുപോലെ റൂട്ട് ബോർഡ് ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ റൗണ്ടഡ് ലൈറ്റ്സ്, താഴെ സെൻസർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാക്ക് കൗളെന്ന് പറയുന്നത് അത്യാവശ്യം എക്സിക്യൂട്ടീവ് ലുക്കുള്ള കൗളായതുകൊണ്ട് തന്നെ ഇത് കൊണ്ടോടി ചേഞ്ച് ചെയ്തിട്ടില്ല. ആ ഒരു കൗൾ തന്നെയാണ് ബാക്കിൽ വെച്ചിട്ടുള്ളത്. അടുത്ത സൈഡ് പോർഷൻ ലുക്കിലേക്ക് പോകുമ്പോൾ എമർജൻസി എക്സിറ്റ് ഡോർ ഈ പോർഷനിൽ വരുന്നുണ്ട്. ബാക്കി ഇവിടെ എമർജൻസി എക്സിറ്റ് വിൻഡോ ഈ ഒരു പോർഷനിൽ കാണാം. അതുപോലെ ഡീസൽ ടാങ്കിൻ്റെ ഓപ്പണിങ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. 239 ലിറ്റേഴ്സാണ് ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി. അവിടെ ആൽബ്രൂ ടാങ്കിൻ്റെ ഓപ്പണിങ് വരുന്നത് ഇത്രയും ഒരു പോർഷനിലാണ് അതിൻ്റെ ആഡ്ബ്രൂ ടാങ്കിൻ്റെ ഓപ്പണിങ് വരുന്നത്. 24 ലിറ്ററാണ് ആഡ്ബ്രൂ ടാങ്കിൻ്റെ കപ്പാസിറ്റി. ചീറ്റ ആയതുകൊണ്ട് തന്നെ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു പോർഷനിലാണ് എക്സോസ്റ്റ് വരുന്നത്. അതുപോലെ ഫ്രണ്ട് ഡ്രൈവർ ഡോർ പോർഷൻ അതിൽ മിറർ കൊടുത്തിരിക്കുന്നത് ആ ഡോറിനോട് ചേർന്നായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ സൈഡ് ബാക്ക് ലുക്ക്. അപ്പോൾ നമുക്ക് ഡ്രൈവർ ക്യാബിൻ ലുക്കിലേക്ക് നോക്കാം. ലെയ്ലൻഡിൻ്റെ നല്ല അടിപൊളി സ്റ്റിയറിംഗ് വീല് കാണാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അതുപോലെ ബാക്കി ഡാഷ്ബോർഡെല്ലാം ഒരു മാറ്റ് ബ്ലാക്കിലാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. അതുപോലെ മൈക്ക് വരുന്നുണ്ട്, സ്റ്റീരിയോ സെറ്റ്, പവറിൻ്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം ആ പോർഷനിൽ വരുന്നുണ്ട്. ഗിയർ ലിവർ ഇവിടെ വരുന്നുണ്ട്. മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഡ്രൈവർക്ക് ഫാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ലൈറ്റുകളുടെയൊക്കെ സ്വിച്ച് അത്ര ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ ആ ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുള്ളായിട്ട് ക്രോമിലാണ് ചെയ്തിട്ടുള്ളത്.
നമ്മുടെ സ്റ്റീൽ വർക്കാണ് ഫുൾ ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുള്ളത്. കൊണ്ടോട്ടിയുടെ നമ്മൾ ഈ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ കൊണ്ടോട്ടിയിൽ നിന്ന് ഇറങ്ങുന്ന വണ്ടികൾക്കൊക്കെ ഓൾമോസ്റ്റ് ഇപ്പം ഇറങ്ങുന്നത് ഫുൾ സ്റ്റീൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ ആയിട്ട് എയർ വെൻറ്റിലേഷൻ ഇവിടെ ഫ്രണ്ട് പോർഷനിൽ വന്നിട്ടുണ്ട്. അതുപോലെ എമർജൻസി അലാറം ലൈറ്റ് വന്നിട്ടുണ്ട്. CCTV ക്യാമറ ഫ്രണ്ട് വ്യൂ കിട്ടുന്നതിൻ്റെ ഇൻറ്റീരിയർ വ്യൂ കിട്ടുന്നതിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടാനായിട്ട് ഇതാ ഡ്രൈവറുടെ ഫ്രണ്ടിലായിട്ടൊരു CCTV ക്യാമറ കൊടുത്തിട്ടുണ്ട്. LED ഡിസ്പ്ലേ ബോർഡ് വരുന്നുണ്ട്. വൈഫൈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാണാം. ഡ്രൈവറുടെ നല്ല മനോഹരമായ സീറ്റിംഗ് കംഫർട്ടുള്ള ലുക്കുള്ള സീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് ഫുള്ളും ക്രോമിൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ, ഇത്രയും പോർഷന്. അതുപോലെ ഹാമർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആയിട്ട് ഫ്രണ്ടിലായിട്ട് ഈ ഒരു പോർഷൻ ചെറിയൊരു സ്ലൈഡിങ് വിൻഡോ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയൊരു ഫുൾ ലെങ്ത്ത് വിൻഡോസാണ് ഈ ഒരു 2 പോർഷനിൽ വന്നിട്ടുള്ളത്. 1, 2, 3 റോ സീറ്റുകൾ നമ്മുടെ ഫ്രണ്ട് ഡോറിന് മുമ്പിലായിട്ട് വന്നിട്ടുണ്ട്. സീറ്റ് നോക്കുകയാണെങ്കിൽ ബാക്കെല്ലാം ആ ഒരു സ്റ്റീലിൻ്റെ വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല കുഷ്യനിൽ ചെയ്തിട്ടുള്ള മനോഹരമായ സീറ്റുകൾ. കൊണ്ടോടിയുടെ സ്ഥിരം ചെയ്യുന്ന ടൈപ്പ് സീറ്റുകൾ തന്നെയാണ്, ബക്കറ്റ് ടൈപ്പ് സീറ്റുകൾ. അതുപോലെ സൈഡിലൊക്കെ ഫുള്ള് ക്രോം ചെയ്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ഇതാ ചെറിയൊരു പെട്ടി സീറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൂൾ ബോക്സൊക്കെ വെക്കാനായിട്ട് ചെറിയ പെട്ടി സീറ്റായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ലോക്കബിൾ ബോക്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിൽ മാത്രമേ ഇതാ ഈ ഒരു നമ്മുടെ ബെർത്ത് വരുന്നുള്ളൂ. സ്റ്റീലിൻ്റെ ബെർത്താണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്ലഗ് പോയിൻറ്റ് കാര്യങ്ങളൊക്കെ അവിടെ മൊബൈൽ ചാർജിങ് പ്ലഗ് പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ ക്യാബിൻ്റെ ബാക്കിലായിട്ട് ഒരു ഫോട്ടോ കൊടുത്തിട്ട് അതും ഫുള്ള് സ്റ്റീലിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാക്കിയിട്ട് പിന്നെ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട് കൊണ്ടോടി. വണ്ടിയുടെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് 36 സീറ്റ്സാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ഈ ഒരു പോർഷനിലായിട്ടും ഒരു എയർ വെൻറ്റിലേഷൻ അത്യാവശ്യം നല്ല വലിപ്പമുള്ള എമർജൻസി എക്സിറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള എയർ വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിൻ്റെ ഹാമർ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാ വണ്ടികൾക്കും വരുന്നത് തന്നെയാണ്. എമർജൻസി എക്സിറ്റ് ഡോറ് വരുന്നത് ഇതാണ് ഈ ഒരു പോർഷനിൽ. ബാക്കിൽ ഇൻറ്റീരിയർ വ്യൂ കിട്ടാൻ വേണ്ടി CCTV ഉണ്ട്. ബാക്ക് വ്യൂ കിട്ടാൻ വേണ്ടി വേറെ CCTV എടുത്തിട്ടുണ്ട്. ട്രിപ്പിൾ സീറ്റ് വെച്ചിട്ട് ഒരു ഫുൾ ലെങ്ത്ത് സീറ്റ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഫുള്ള് സ്റ്റീൽ വർക്കിൻ്റെ ഈ ഒരു ഭംഗി തന്നെയാണ്. പക്ഷേ വെയിലത്തിട്ടാൽ കുറച്ച് ചൂടാകും, ഇതിങ്ങനെ തൊട്ടാൽ തന്നെ കുറച്ച് ചൂടായിട്ടുണ്ട്. അത് മാത്രമുള്ളൊരു ഡീമെറിറ്റ് വരുന്നത്, ബാക്കിയെല്ലാം ഭംഗിയുടെ കാര്യത്തിൽ പക്കയാണ്. ഇനി നമ്മൾ വരുന്നത് വണ്ടിയുടെ ഫ്രണ്ട് കൗൾ ലുക്കിലേക്കാണ്. അപ്പോൾ കൊണ്ടോടിയുടെ ഏറ്റവും പുതിയ ലക്ഷറിയുടെ കൗളാണ്. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലിട്ട സമയത്ത് ഒരുപാട് പേര് ഇതിനൊരു ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തൊരു കൗളായിട്ടാണ് ഇതിനെ കണ്ടത്. പക്ഷെ നേരിട്ട് കാണുമ്പം അത്യാവശ്യം കുറച്ച് എക്സിക്യൂട്ടീവ് ലുക്കുള്ളൊരു കൗൾ തന്നെയാണ് ഈ കൊണ്ടോടി ഈ വണ്ടിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സെൻട്രലായിട്ട് ഇതാ ലേലൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഒരു ചിരിക്കുന്ന പോലത്തെ ഒരു ഗ്രില്ലും അതുപോലെ കുറച്ചുകൂടെ തുറന്നൊരു ഗ്രില്ലും 2 ഗ്രിൽ ടൈപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ ലൈറ്റിന് 2 പോർഷൻ, ഇവിടെ 2 ചെറിയ ഇൻഡിക്കേറ്ററും പിന്നെ ഒരു പാർക്ക് ലൈറ്റ് വെക്കാൻ പറ്റുന്നൊരു പോർഷൻ വെച്ചിട്ടുണ്ട്. അതിൽ ഇത്രയും പോർഷൻ ഒരു കളറിലാണ് കൊണ്ടോടി സെറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു ഗ്രേ കളറിൽ. നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും തോന്നുന്നു. അതുപോലെ താഴെയും ഒരു 2 ഗ്രില്ലുകൾ താഴെ വന്നിട്ടുണ്ട്, നമ്പർ പ്ലേറ്റിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട്. അവിടെ നമ്പർ 05BB964 എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ ഫോഗ് ലാംപ്സ് 2 സൈഡിലായിട്ട് അഡീഷണൽ ലൈറ്റ്സ് ബമ്പറിൽ കൊടുത്തിട്ടുണ്ട്, റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗമാണ് ഇതിൻ്റെ ഒരു ഓപ്പണിങ് വരുന്നത്. ഇത്രയും ഭാഗം മാത്രമേ ഇതിൻ്റെ ഒരു ഓപ്പണിങ് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഫിക്സഡാണ്. ഇതാണ് നമ്മുടെ കൊണ്ടോടിയുടെ പുതിയ കൗള്. നമുക്ക് വണ്ടിയുടെ സാരഥിനെ പരിചയമാണ്. ഡ്രൈവർ എന്താ പേര്? അനിൽകുമാർ. വീട് എവിടാ? പള്ളിക്കത്തോട് തന്നെ വീട്. ഓക്കെ. അപ്പോൾ നമുക്ക് കണ്ടക്ടറെ കൂടെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? എൻ്റെ പേര് വിജയൻ. വിജയൻ. വീട് പള്ളിക്കത്തോട് തന്നെയാണല്ലേ? അടുത്താണോ നിങ്ങൾ? ഡ്രൈവർ കണ്ടക്ടർ അടുത്താണോ? ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കൊണ്ടോടി ഓട്ടോഗ്രാഫ്സിൻ്റെ ലക്ഷറിയുടെ പുതിയ കൗൾ? എങ്ങനെയുണ്ട്? ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എങ്കിലും വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ബസ്സുകളുടെ വിശേഷമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ.